ഹലോ അസ്സാം വലൈക്കും, നമസ്കാരം. ഇപ്പം ബിസ്ക്കറ്റ് കൊണ്ട് ഗുലാബ് ജാമുൻ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു 15 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ. ക്രീം ബിസ്ക്കറ്റല്ല, സാധാരണ മാരി ബിസ്ക്കറ്റോ എന്ത് ബിസ്ക്കറ്റായാലും ശരി, ഓക്കെ. പ്ലെയിൻ ആയിട്ടുണ്ടത്. 15 എടുത്ത് മിക്സിയിൽ പൊട്ടിച്ചിട്ടിട്ട് നല്ല പൗഡറാക്കിക്കളി, പൊടിയാക്കിക്കളി. നുറുക്കൊന്നും ഉണ്ടാകാൻ പാടില്ല, നല്ല പൗഡർ ഇതായിട്ടുണ്ടാവണം കേട്ടോ. പിന്നെ അതിലേക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂണ് 1/2 ടീസ്പൂൺ നെയ്യ് ഇട്ടോ. അതൊരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ്. ഇട്ടിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, വേണമെങ്കിൽ ഇട്ടോളി. പിന്നെ ഒരു 1/4 കപ്പ് പാൽ ഒന്ന് ഒഴിച്ചിട്ട്, വെള്ളത്തിന് ബദൽ പാൽ ഒഴിച്ചിട്ട് അത് കുഴച്ചെടുത്തേക്ക്. ജാസ്തി ഒഴിക്കണ്ട, കുറച്ച് ആദ്യം ഒഴിച്ചിട്ട് നിങ്ങൾ നോക്കുക. അത് നല്ല മിക്സായി കഴിഞ്ഞാൽ അത് മതി. ജാസ്തി വെള്ളം പോലെ ആക്കരുത്, ഇങ്ങനെ എല്ലാം ഉരുണ്ട് നിൽക്കുന്ന പോലത്തെ ഇതായ പരുവായ നിർത്തിക്കാളി. പിന്നെ എക്സ്ട്രാ വീത്തണ്ട കേട്ടോ. എക്സ്ട്രാ ഒഴിച്ചാൽ പിന്നെ ഉരുട്ട പിടിക്കാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ചെറിയ റൗണ്ട് എടുക്കുക, ഗുലാബ് ജാമുൻ ചെയ്യുന്ന പോലെ അങ്ങനെ റൗണ്ടായിട്ട് നല്ലോണം വിണ്ട് വരാത്ത മാതിരി നോക്കിക്കോ, നല്ല റൗണ്ടാക്കിക്കോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിൽ എനിക്കൊരു 13 ഉരുട്ട കിട്ടിയിട്ടുണ്ട് ഗുലാബ് ജാമുൻ കേട്ടോ. പിന്നെ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഇത് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ജാമുൻ ചെയ്ത് വെച്ച് ജാമുൻ ഇട്ടേക്ക്. ഒന്ന് പൊരിഞ്ഞോട്ടെ, ഇട്ടപാട് തിരിക്കണ്ട. കുറച്ച് പൊരിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് ബ്രൗൺ ആക്കി എടുത്തോ. ചെറുങ്ങനെ മെല്ലണ തട്ടി കൊടുക്കണം. പിന്നെ കുറച്ച് ഒരുമാതിരി ബ്രൗൺ ആയാൽ മതി. മറ്റേത് വേകുന്ന പോലെ അത്ര ടൈമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഉള്ളെല്ലാം ബിസ്ക്കറ്റല്ല, അതുകൊണ്ട് വേഗം വെന്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ കോരി വെച്ച്, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, ഒരു 1/2 കപ്പ് 1/2 ബൗള് അതിൽ വന്നിട്ട് പഞ്ചസാര എടുത്തോ. അപ്പോൾ ഇതെല്ലാം പൊരിഞ്ഞു കഴിഞ്ഞു കണ്ടോ. ഈ ബ്രൗൺ മതി, ഇതിൻ്റെ ജാസ്തി ബ്രൗൺ ആവണ്ട, ഇത്ര മതി. ഇപ്പോൾ ഈ 1/2 കപ്പ് ഇത് പഞ്ചസാര എടുത്തിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു. എന്നിട്ട് അത് ഒന്ന് പാനി പോലെ ആക്കി. ഭയങ്കര സ്റ്റിക്കി ആയിട്ട് വേണ്ട, ജസ്റ്റ് വാട്ടറായിട്ട് മതി. ആ പഞ്ചസാര ഒന്ന് കലങ്ങിയാൽ മതി ആ വെള്ളത്തിൽ. എന്നിട്ട് കലക്കിയതിൻ്റെ ശേഷം അതൊന്ന് പതച്ചതിൻ്റെ ശേഷം കണ്ട. ഇപ്പോൾ പതച്ച് കഴിഞ്ഞ്, പതച്ചതിൻ്റെ ശേഷം നമ്മൾ എന്താക്കണം, ഈ പൊരിച്ച് വെച്ച ഗുലാബ് ജാമുൻ അടുപ്പ് കെടുത്തിക്കളി. അടുപ്പ് ഓണിൽ വേണ്ട, ഓഫ് ആക്കിയിട്ട് അതിൻ്റെ ശേഷം നമ്മൾ ഈ ചെയ്ത് വെച്ച ജാമുൻ അതിലിട്ട് കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ അതെല്ലാം വലിച്ചെടുക്കും, ഈ വെള്ളമെല്ലാം ഉണ്ട്. ഇപ്പോൾ ഇട്ട് കഴിഞ്ഞ് അടുപ്പ് ഓഫ് ചെയ്തിട്ടാണ് ഇട്ട് കേട്ടോ. ഓണിലിടണ്ട, ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ സെർവിങ് ബൗളിലെടുത്തിട്ട് നമുക്ക് അതിലെടുത്തിട്ടിട്ട് അതിലും കുറച്ച് ലേസം ഇതാക്കിയിട്ട് സെർവ് ചെയ്താൽ മതി. കുറച്ച് പണി ഒഴിച്ചിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ്. കുട്ടികൾക്ക് ഈസിയാണ്. നമ്മളെ വീട്ടിലെപ്പം ബിസ്ക്കറ്റെല്ലാം ഉണ്ടാവില്ല, അപ്പോൾ ഗുലാബ് ജാമുനായിട്ട് ചെയ്ത് നോക്കേണ്ട. ഉള്ളിലെല്ലാം നല്ലോണം ആ സിറപ്പ് പോയിട്ടുണ്ട്, ഷുഗർ സിറപ്പ് നന്നായിട്ട് ടേസ്റ്റി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് എഴുതി അരയ്ക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.